ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് റുട്ടീനാണ്. അപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞത് ആ ബസ്സിലാണ് കേട്ടോ സാധാരണ വരാറ്. അപ്പോൾ സാധാരണ വരേണ്ട ബസ്സിൽ തന്നെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുറത്തേക്കൊക്കെ നോക്കിയിരിക്കും. ചില ദിവസങ്ങളിൽ സീറ്റ് കിട്ടും, ചില ദിവസങ്ങളിൽ സീറ്റ് കിട്ടില്ല, അങ്ങനെയാണ്. പിന്നെ വടക്കേ സ്റ്റാൻഡിൽ നിന്നാണ് ഞാൻ ബസ് കയറാറ്. അത് കാരണം തന്നെ സ്റ്റാൻഡിൽ നിന്ന് കയറുന്നതുകൊണ്ട് എനിക്ക് മിക്കപ്പോഴും സീറ്റ് കിട്ടും. 1-2 ദിവസങ്ങളിൽ സീറ്റ് കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വന്നത് ആ പാലക്കിൽ ഇറങ്ങിയിട്ടുണ്ട്. പാലക്കിൽ നിന്ന് വിഷ്ണു ആണ് കേട്ടോ എന്നെ പിക്ക് ചെയ്യാൻ വരുന്നത്. അപ്പോൾ വിഷ്ണു ജോലി കഴിഞ്ഞ് വരുന്ന ടൈമും ഞാൻ വരുന്ന ടൈമും ഒക്കെ സെയിം, ഏകദേശം ഒരുപോലെയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പോവുക. അപ്പോൾ വരുന്ന വഴിയിൽ ഒരു കടയിൽ ഷോപ്പിൽ കയറിയിട്ട് ഞങ്ങൾ അലക്കുകല്ല് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഴ കാരണം പുറത്ത് അലക്കാനായിട്ട് ഭയങ്കര പാടാണ്. അത് കാരണം ഒരു അലക്കല്ല് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ ജോലി കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ നേരെ പോയിട്ട് ഡ്രസ്സ് അലക്കാൻ നോക്കുകയാണ് കേട്ടോ. കാരണം ചെന്ന് മഴയില്ല, ഈ ഒരു ടൈമിൽ മഴക്കാരോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം തന്നെ കുറച്ച് ഡ്രസ്സ് അലക്കാളത് അലക്കിടാന്ന് വിചാരിച്ചു. എനിക്ക് വലിയ ഭാരപ്പെട്ട അലക്കാനുള്ള കുറേ തുണികളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന നേരത്തെ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ വന്നപ്പോഴത്തെ എല്ലാ ഡ്രസ്സുകളും അലക്കിയിട്ടു. അതുപോലെ തന്നെ ഇന്നും ഇപ്പോൾ ഞാൻ വന്ന വഴിക്ക് തന്നെ ഒരു പഴയ ഡ്രസ്സ് എടുത്തിട്ടിട്ട് ബാക്കി ഡ്രസ്സുകളൊക്കെ കൂടിയിട്ട് അലക്കുകയാണ് കേട്ടോ ഞാൻ ഇട്ടിട്ട്. അതായത് ഇന്ന് ജോലിക്ക് പോയി ഇട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സൊക്കെ ഞാൻ കയ്യോടെ തന്നെ അലക്കിയിടാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ അത് ബാത്റൂമിൽ ഇങ്ങനെ ചുമ്മാ ഇടണ്ടേ. അപ്പം ഞാൻ താഴെയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ വീഡിയോയും കാര്യങ്ങളും എടുക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു കംഫേർട്ട് ഞാൻ തുണിയിലൊക്കെ മുക്കിയിടും. പിന്നെ ഇവിടെ വെക്കാൻ പോണ കറി എന്ന് പറഞ്ഞാൽ മത്തങ്ങ ഒരു ഫ്രൈ ആയിട്ടുള്ള കറിയാണ് കേട്ടോ. പിന്നെ ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള എൻ്റെ പാത്രങ്ങൾ, ടിഫിൻ ബോക്സൊക്കെ ഞാൻ കഴുകി വെക്കും. അപ്പോൾ അതൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞിട്ട് ഇതാ നേരെ വന്ന് മേൽ കഴുകി ഡ്രസ്സൊക്കെ മാറിയിട്ട്. അപ്പോൾ ഞാൻ അലക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു നൈറ്റി പോലത്തെ ഒരു നൈറ്റി തുണി വെച്ചിട്ട് തയ്ച്ചതാണ് കേട്ടോ. അന്ന് അത്ര ഇറക്കല്ലാണ്ട് ഒരു അമ്പർല മോഡലിൽ തയ്ച്ചതാണ് കേട്ടോ. അപ്പോൾ അതിട്ടിട്ട് ഞാൻ അലക്കണമൊക്കെ ചെയ്യണ്ടായിരുന്നത്. അങ്ങനെ വൈകിട്ട് മേലൊക്കെ കുളിച്ച് കഴിഞ്ഞതാ ഞാൻ കുറച്ച് പൗഡർ ഇട്ട് കൊടുത്ത് ഒരു സിന്ദൂരൊക്കെ വരയ്ക്കുന്നുണ്ട്. കാരണം ഞാൻ ഇപ്പോൾ തൊട്ട് രാത്രിയിൽ ചില ദിവസങ്ങളിൽ ഞാൻ വീഡിയോ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുക്കിങ്ങും കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് വീഡിയോ എടുക്കാറ്. അപ്പോൾ ആ നേരത്തെ പിന്നെ വീണ്ടും കണ്ണെഴുതാൻ നിൽക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ സിന്ദൂരൊക്കെ തൊട്ട് കണ്ണൊക്കെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എക്സിബിഷന് പോയ ടൈമിൽ ഞാനൊരു ബുദ്ധേനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ബ്ലാക്ക് മെറ്റൽ വരുന്ന ബുദ്ധേനെ കാണാനായിട്ട് നല്ല ക്യൂട്ടായി എനിക്ക് തോന്നി. അത് കാരണം വാങ്ങിച്ചതാണ്. എനിക്ക് ഇങ്ങനത്തെ ക്യൂട്ടായ ചെറിയ ചെറിയ ഐറ്റംസ് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഇതുപോലത്തെ കുഞ്ഞു സാധനങ്ങളോടാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം വന്നിട്ട്. അപ്പം ഞാൻ ഈ ഒരു ബുദ്ധനെ കണ്ട പാടെ തന്നെ വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ നേരെ ഇനി കറി വയ്ക്കാനായിട്ട് കിച്ചണിൽ പോകാൻ കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഉള്ളി നന്നാക്കിയത് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട്, ഉള്ളി ചമ്മന്തി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നാക്കിയിട്ടുണ്ട്. അത് ഞാൻ മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് മൂന്നും കൂടെ ഞാൻ മിക്സിയിലിട്ടിട്ട് അടിച്ച് എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ അടിച്ചിട്ടില്ലെങ്കിലും അത്യാവശ്യം ചെറിയ രീതിയിൽ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മത്തങ്ങയിലേക്ക് കോൺഫ്ലവർ പൊടി, ഈ ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ ആ സംഭവം ഞാൻ മിക്സിയിൽ അടിച്ചെടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, ഉപ്പ്, പിന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കറിവേപ്പില ഞാനൊന്ന് ചീകിയിട്ട്, അതായത് കൈ കൊണ്ട് കുറച്ച് ചീന്തിയിട്ട് കുറച്ച് ചീന്തത്ത് അങ്ങനെ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതങ്ങനെ കുറേ ടൈം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ മിക്സ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ അതൊന്ന് സെറ്റ് ആയിക്കോളും. അങ്ങനെ ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ സാധാരണ ഇവിടെ മത്തങ്ങയും പയറും എലിശ്ശേരി അങ്ങനെയൊക്കെ വെക്കാറ്. ഇനി കുറച്ച് പെരിഞ്ജീരകം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ പെരിഞ്ജീരകമൊക്കെ ഒന്ന് ഇട്ടിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക. ജീരകമല്ല കേട്ടോ, പെരിഞ്ജീരകമാണ് ഇടേണ്ടത്. അതിട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നാലാണ് നമുക്ക് ചിക്കനൊക്കെ വെക്കണം, ആ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ, ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ കോഴിയുടെ വില എൻ്റെ ഒരു അറിവിൽ 123 രൂപയോ 124 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 2 കിലോൻ്റെ കോഴി വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 1.5 കോഴിയൊക്കെ കിട്ടുള്ളൂ. ആ നേരം നമ്മുടെ വീട്ടിലൊരു 19 രൂപ കൊടുത്തൊരു മത്തങ്ങയുടെ ഒരു കഷ്ണം വാങ്ങിച്ചിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്യും. മത്തങ്ങ മാത്രമല്ല കേട്ടോ, വേറെ ഏതൊരു പച്ചക്കറി
ആണെങ്കിൽ ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ഇതുപോലത്തെ കറിയൊക്കെ വയ്ക്കാൻ പറ്റും. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് തരണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്താണെങ്കിലും കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഫ്രൈയിങ്ങും കാര്യങ്ങളൊക്കെ കഴിയാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഫ്രൈ ചെയ്തിട്ട് ഞാൻ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് 2-3 തവണ അങ്ങനെ ഇട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാലുള്ള അതിൻ്റെ ഒരു ടെക്സ്ചർ ഇങ്ങനെയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് മാത്രം കൂട്ടി നമുക്ക് ചോറ് കഴിക്കാം. പിന്നെ ഞാൻ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുള്ളിയിൽ കുറച്ച് പുളി, അതുപോലെ തന്നെ മുളക് പൊടി, വെളിച്ചെണ്ണ, ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായി കൈ കൊണ്ട് ഞുരുടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് നന്നായി ആ പുളിയുടെ ടേസ്റ്റ് ഉള്ളിമേലൊക്കെ പിടിച്ച് ആ മുളകിലൊക്കെ പിടിച്ചിരിക്കുന്നത് അത് തൊട്ടിനകത്ത് വെച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പണ്ടൊക്കെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 2, 3, 4 പഠിക്കുന്ന സമയത്ത് എനിക്ക് എന്നും ഉള്ളിച്ചമ്മന്തി വേണമായിരുന്നു. അത് നിർബന്ധമായിരുന്നു. എന്തൊക്കെ കറി ഉണ്ടെങ്കിലും എനിക്ക് ഉള്ളിച്ചമ്മന്തി വേണം. ഉള്ളിച്ചമ്മന്തി ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നത്. അത്ര ഇഷ്ടമായിരുന്നു എനിക്ക് ഉള്ളിച്ചമ്മന്തി. പിന്നെ വലുതായി തുടങ്ങി പിന്നെ അതിനോടുള്ള ആ ഒരു ഇഷ്ടം കുറഞ്ഞിട്ടില്ല കേട്ടോ. ഇഷ്ടമാണ്, പക്ഷെ അത് ഉണ്ടാക്കി തരാനുള്ളൊരിതും പിന്നെ ഉണ്ടാക്കാനുള്ളൊരു വലിയ പാടില്ലെങ്കിലും അത് കറിയൊക്കെ കൂട്ടി കഴിച്ചു തുടങ്ങിയില്ലേ. പിന്നെ അത് കാരണമാണ് കേട്ടോ. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ കറികളുണ്ടാവും. അപ്പോൾ ആ കറി കൂട്ടി കഴിക്കും. ചമ്മന്തിയോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് കുറഞ്ഞു ഗൈസ്. എന്നാലും മിക്ക ദിവസം ചമ്മന്തി ഉണ്ടാക്കിക്കൂട്ടെ. ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ പിന്നെ ഒരു മുട്ട കുത്തി പൊരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് 2 മുട്ട എടുത്തിട്ട് സവാള ഇട്ട്, മുളകിട്ട്, പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആ 2 മുട്ടയും കൂടെ കുത്തിപ്പൊരിച്ചു. അപ്പോൾ ഇന്നത്തെ ഭക്ഷണത്തിന് കഴിക്കാനുണ്ടായിരുന്നത് മത്തങ്ങയുടെ ഈ ഒരു കറി, പിന്നെ ഒരു ഉള്ളിച്ചമ്മന്തി, പിന്നെ മുട്ട വറുത്തത്. ഇത് 3ഉം കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ അന്ന് ഭക്ഷണം കഴിക്കണത്. പിന്നെ ഇന്നലത്തെ മാമ്പഴക്കറി ഉണ്ടായിരുന്നു. അതെല്ലാം കൂടിയിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിച്ചത്. അപ്പോൾ മുട്ട കുത്തി പൊരിച്ച് കഴിയാറായിട്ടുണ്ട്. അതിനിടയിൽ ഞാൻ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു കേട്ടോ. ഓരോ പണികൾ കഴിയുമ്പോൾ കിച്ചൺ എപ്പോഴും ക്ലീൻ ചെയ്തിടും. അതിനൊക്കെ വേണ്ടി എടുത്ത പാത്രങ്ങൾ കഴുകി വയ്ക്കും. അപ്പോൾ മത്തങ്ങ എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതെല്ലാം കൂടെ ഒരെണ്ണത്തിലേക്ക് ആക്കി ഒന്ന് ചൂട് കയറ്റിയിട്ട് അവിടെ ബാക്കി അതിന് വേണ്ടിയിട്ട് എടുത്ത പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ചു കേട്ടോ. അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. അങ്ങനെ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ള വെച്ചാലും ഞാൻ എല്ലാ പാത്രങ്ങളും കൂടെ സിങ്കിലിട്ടിട്ട് കുക്കിംഗ് കഴിയുമ്പോൾ എല്ലാം ഒരുമിച്ച് കഴുകി വെച്ച് അടുക്കള ക്ലീൻ ചെയ്ത് തുടച്ചിടും. അതിവിടെ നിർബന്ധമാണ് കേട്ടോ. കിച്ചൺ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. അങ്ങനെയാണ്. പിന്നെന്താ ഗൈസ്, ഇപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കണം. ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഇത് തന്നെയാണ് ഡെയിലി എൻ്റെ റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജോലി കഴിഞ്ഞ് വരിക, പിന്നെ ജോലി കഴിഞ്ഞ് വന്നാൽ അലക്കാണ്ടെങ്കിൽ അലക്കുക. അതുപോലെ തന്നെ വരുമ്പോൾ 6 മണിക്ക് ശേഷിക്കുകയാണെങ്കിൽ അലക്കാനായിട്ട് വിളക്കത്തിന് ശേഷം അലക്കില്ല എന്ന് പറയുക. പക്ഷെ നമുക്ക് വേറെ വഴിയില്ല. നമ്മൾ ജോലിക്ക് പോകണവരായതുകൊണ്ട് നമുക്ക് വേറെ വഴിയില്ല. അത് കാരണം നമ്മൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് അലക്കും. പിന്നെ ഇതുപോലെ എന്തെങ്കിലും ചെറിയ കറികൾ വയ്ക്കുക, ഉപ്പേരി കാച്ചുക, അതൊക്കെയാണ് കേട്ടോ മെയിൻ പണികൾ. പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ടേബിൾ ക്ലീൻ ചെയ്തിടുക, അതൊക്കെയാണ് കേട്ടോ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന റൂട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് പാത്രത്തിൽ ചോറ്, മത്തങ്ങ, മുട്ട വറുത്തത്, ചമ്മന്തി എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രസമൊക്കെ വിഷ്ണുവിന് പിറ്റേ ദിവസത്തേക്ക് ഇടേണ്ട ഷർട്ട് കൊടുത്തിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ മഴ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് ഇടുന്ന അത്യാവശ്യമുള്ള ഡ്രസ്സുകളൊക്കെ ഒന്നല്ലെങ്കിൽ കട്ടിലിൻ്റെ കാലും അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക വാതിലും ഒക്കെ ഇടും. കാരണം കാറ്റ് കൊണ്ട് നമ്മൾ ഫാൻ ഇടുകയാണെങ്കിൽ കാറ്റ് കൊണ്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ തന്നെ ഞാൻ നേരെ റൂമിലേക്ക് വന്നു. ഇനി എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യും കുറച്ച് നേരം. ചില ദിവസങ്ങളിൽ വീഡിയോ എടുക്കും, വീഡിയോ എഡിറ്റ് ചെയ്യും. അങ്ങനെ ആ സമയത്തിനനുസരിച്ചിട്ട് അങ്ങനെ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ ഒരു ഈവനിങ് റുട്ടീൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.